സംസാരിക്കാൻ പോകുന്നത് the 7-step Japanese method for a clean home. Now this is a very famous method and either Japanese culture ഒരു clean and mindful living is very much encouraged. അതുകൊണ്ട് തന്നെ അവരുടെ വേ ഓഫ് ലിവിങ്ങിലും അവരുടെ ഫിലോസഫിയിലും ഒക്കെ ഇത് ഭയങ്കര റൂട്ടഡ് ആണ്. ആൻഡ് നമുക്ക് അതിൽ നിന്ന് കുറച്ച് ടിപ്സ് ഒക്കെ എടുക്കാം. ആൻഡ് ദിസ് ഇസ് ദെയർ 7-step മെത്തേഡ് വിച്ച് ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് വിത്ത്. ബിക്കോസ് ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്യുന്നതായിരിക്കും. പക്ഷെ സംടൈംസ് നമുക്ക് അതൊരു പ്രോസസ്സിൽ വരുമ്പം ഇറ്റ് ജസ്റ്റ് മേക്ക് സെൻസ് ആൻഡ് ഓക്കെ ഇത്ര അല്ലേ ഉള്ളൂ, നമുക്കിത് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തുമായിരിക്കും. സോ എനിക്കിത് യൂസ്ഫുൾ ആയതുപോലെ ഹോപ്പ് you guys will also find it useful. And without further ado, let's dive into it. And welcome to my channel. All right. So first one is declutter. ഡീക്ലട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വിചാരിക്കുന്നത് ഓക്കെ എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞാൽ പോലെ എളുപ്പമല്ലേ എന്നൊക്കെ. പക്ഷെ ഡീക്ലട്ടർ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പം ഒരു പ്രോസസ് അല്ല. ബിക്കോസ് അതിൻ്റെ അകത്ത് ഫിസിക്കലായിട്ട് എടുത്ത് കളയുന്നതിനെക്കാട്ടി കൂടുതൽ അതിൻ്റെ അകത്തൊരു മെന്റലായിട്ട് ദർ മൈറ്റ് ബി എ ഹ്യൂജ് ഫാക്ടർ. അത് നമുക്ക് പല കാര്യങ്ങൾക്കും സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് കാണും. ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തന്നതായിരിക്കും, നമുക്കത് എന്തെങ്കിലും മെമ്മറി ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീവിയസ് പാസ്റ്റ് സെൽഫ് അതിനെ നമുക്ക് ലെറ്റ് ഗോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കാണും. അങ്ങനെ പല പല ഫാക്ടേഴ്സ് കാരണമായിരിക്കും നമ്മൾ പലപ്പോഴും സാധനങ്ങൾ കളയാത്തത്. വെരി കോമൺ വൺ ഇസ് നമ്മുടെ വാർഡ്രോബിൽ ഇഷ്ടംപോലെ തുണി ഇങ്ങനെ പൈലപ്പ് ചെയ്ത് വരിക. നമ്മുടെ കബേർഡ്സിലൊക്കെ ഒത്തിരി തുണികളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു 60% ക്ലോത്ത്സ് നമ്മൾ ചിലപ്പോൾ ഇടത്തില്ലായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ സ്ഥിരം പല്ലവി വിൽ ബി അയ്യോ ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു വെയർ. അങ്ങനെ വരുമ്പം ദ ക്വസ്റ്റ്യൻ യു നീഡ് ടു ആസ്ക് യുവർ സെൽഫ് ഇസ് 1. ഡു ഐ യൂസ് ഇറ്റ്? ഞാൻ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നതാണോ? 2. ഡു ഐ ലവ് ഇറ്റ്? ആൻഡ് 3. ഹാവ് ഐ യൂസ്ഡ് ഇറ്റ് റീസെന്റ്? ഇപ്പൊ നമ്മൾ കുറച്ച് പ്രായമായി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈല് മാറി, നമ്മുടെ ഓരോ ഫേസ് ഓഫ് ലൈഫിൽ 20s ഇടുന്ന ഡ്രസ്സ് അല്ലായിരിക്കും 30s ഇടുന്നത്, 30s ഇടുന്ന ഡ്രസ്സ് അല്ലായിരിക്കും 40s ഇടുന്നത്. ആൻഡ് നമ്മളിപ്പോൾ 40s നമ്മുടെ 20s നമ്മുടെ ബ്യൂട്ടിഫുൾ പെയർ ഓഫ് ജീൻസ് അന്ന് വി ഹാഡ് ലവ്ഡ് ഇറ്റ്, വി വർ വെയറിങ് ഇറ്റ് എവറി ഡേ. നമ്മളത് എടുത്തു നോക്കുമ്പോഴത്തേനും അത് ചിലപ്പോൾ നമ്മുടെ കാലുപോലും ഉണ്ടാകത്ത് കയറില്ല. സോ അങ്ങനത്തേത് ഞാനൊരു ദിവസം ഫിറ്റായി കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് കയറും, ദാറ്റ് ഈസ് മൈ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞ് വെക്കാതെ if it's time to let go. If you do get fit and if you do fit into smaller size clothing, treat yourself, buy new clothes, don't use like 20 years back clothes. Like അതുകൊണ്ട് it's a mindset shift. So when we have to declutter, our mindset ലോട്ട് വരണം. I just need to get rid of things that are not useful for me at the moment. അങ്ങനെ പക്ഷെ എല്ലാ സാധനവും എടുത്ത് കളയണ്ട കേട്ടോ. നമ്മൾ ഡീക്ലട്ടർ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും 3 piles ആയിട്ട് വെക്കുക. ദാറ്റ് ഇസ് 1 to keep, 1 to throw and 1 to donate. സോ കീപ്പ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എനിക്കിപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതെനിക്ക് വെക്കണം, അത് കീപ്പ്. The 1 to throw is ഫെയ്ഡഡ് ആയിട്ടുള്ളത്, പൊട്ടിയത്, പഴയതായത്, നമുക്ക് ഒട്ടും യൂസ്ഫുൾ അല്ല, വേറൊരാൾക്ക് യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങൾ we can throw. The 1 to donate എന്ന് പറയുമ്പം വേറെ ആർക്കെങ്കിലും കൊടുക്കുക. സോ നമുക്ക് പറയാം one man's trash is another man's treasure. അതായത് നമുക്കിപ്പോൾ യൂസ്ഫുൾ അല്ലായിരിക്കും. ഈ പറയുന്ന 20s നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല ബ്രാൻഡഡ് ജീൻസ് ഇപ്പൊ നമുക്ക് ഫിറ്റ് ആവില്ലായിരിക്കും, പക്ഷെ ഒരു 20-year-old ഫിറ്റ് ആകുമായിരിക്കും, അല്ലെങ്കിൽ വേറെ യങ്ങർ സൈസുള്ള ഒരാൾക്ക് ഫിറ്റ് ആകുമായിരിക്കും. സോ അതുകൊണ്ട് അത് ഡൊണേറ്റ് എന്ന് പറയുന്ന ചാരിറ്റി മാത്രമല്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് പലപ്പോഴും ആൾക്കാർക്കുണ്ടോ, അത് ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ചാരിറ്റിക്ക് കൊടുക്കാം, അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. ഇറ്റ് ഡസന്റ് ഹാവ് ടു ബി. നമുക്ക് വേറൊരാളുടെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ബിക്കോസ് end of day we are reusing, we are saving the environment from
ദ ലാൻഡ് ഫിൽ ആൻഡ് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ. സോ നമ്മുടെ ഫാമിലിയിൽ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ എസ്പെഷ്യലി പിള്ളേരുടെ ക്ലോതിങ് ഒക്കെ കുറെ പിള്ളേർ, അതായത് കസിൻസ് ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് പ്രായമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ പിള്ളേരൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് പ്രായം ഉണ്ടെങ്കിൽ യു ക്യാൻ എക്സ്ചേഞ്ച് ദോസ് ക്ലോത്ത്സ്. നമുക്ക് നമ്മുടെ പിള്ളേർക്ക് ചെറുതായത് അവർക്ക് കൊടുക്കാം. സോ അതിലൊരു മോശമില്ല സത്യം പറഞ്ഞാൽ. ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ബിക്കോസ് യു ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ. ആൻഡ് സോ ആ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഓഫ് ഞാൻ വേറെ ഒരാളുടെ ഇടില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് മാറിയാൽ തന്നെ ഹാഫ് ദ ബാറ്റിൽ ഇസ് വൺ. സോ ദെൻ നമുക്ക് അങ്ങനെ ഓക്കെ ആയിട്ടുള്ളവർക്ക് അത് നമുക്ക് വേണമെങ്കിൽ നല്ലതൊക്കെ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ നമുക്കിങ്ങനെ ചാരിറ്റി ഷോപ്സ് ഉണ്ട്, സാൽവോസ് ഒക്കെ പോലെ. അവിടെ നമുക്ക് കൊണ്ട് തുണികൾ ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ ബൈ നത്തിങ് പേജസ് ഒക്കെ ഉണ്ട്. അപ്പം അവിടെ നമുക്ക് ഇടാം, എനിക്ക് ഈ സാധനം ഉണ്ട്, ആർക്കെങ്കിലും വേണം. അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ, നമ്മുടെ നെയ്ബേഴ്സ് ഒക്കെ ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അവർ പറയും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്തുകൊണ്ട് പോകും. ആൻഡ് ദിസ് ഇസ് ഗ്രേറ്റ് ഫോർ ലൈക്ക് ടോയ്സ് ഓർ എനിത്തിങ് റിയലി, അപ്ലയൻസസ്, അങ്ങനെയൊക്കെ ഒരുപാട് ഭയങ്കര ഡിമാൻഡുള്ള സാധനങ്ങൾ അതൊക്കെ. പിന്നെ ഓൾസോ യു ക്യാൻ ഡൊണേറ്റ് എന്ന് പറയുമ്പോൾ ഡൊണേറ്റ് തന്നെ ആവണമെന്നില്ല. യു ക്യാൻ പുട്ട് ഇറ്റ് ഓൺ മാർക്കറ്റ് പ്ലേസ്, ഈബേ ഓർ അങ്ങനെയൊക്കെ നമുക്ക് സെല് ചെയ്യാം. സെല് ചെയ്യുമ്പം 100 രൂപയുടെ സാധനം എനിക്ക് 80 റുപ്പീസ് കിട്ടണം എന്ന് പറഞ്ഞാൽ അല്ല സെല് ചെയ്യേണ്ടത്. നമ്മൾ വളരെ കുറച്ചിട്ട് സെല് ചെയ്യണം. ലൈക്ക് 20 റുപ്പീസ് 30 റുപ്പീസ് സെല് ചെയ്യണം. എന്നാലേ വേറൊരാളത് മേടിക്കത്തുള്ളൂ. അല്ലേ പിന്നെ അവർക്ക് ചിലപ്പോൾ സെയിലിന് കടയിൽ പോയിട്ട് അതിൽ ചീപ്പായിട്ട് കിട്ടും. സോ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുമ്പോൾ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വിൽക്കുകയല്ല. പക്ഷെ വേറൊരാൾക്ക് അത് യൂസ്ഫുള്ളും ആകും. പക്ഷെ ഓൾസോ നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ ആ സാധനം പോവുകയും ചെയ്യും. ആൻഡ് ചെറിയൊരു പോക്കറ്റ് മണി നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. സോ ദീസ് ആർ ഡിഫറെന്റ് വേസ് ദറ്റ് യു ക്യാൻ ഡീക്ലട്ടർ. The second point is categorize and sort. So ഇതിന്റെ ഒരു മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഐറ്റം ഇൻ ദ ഹോം, എവറി ഐറ്റം ഇൻ ദ ഹോം നീഡ്സ് ടു ഹാവ് എ പ്ലേസ്. സോ എന്തെങ്കിലും ഒരു സാധനം, അതൊരു പിന്നായിക്കോട്ടെ, ഒരു സ്പൂൺ ആയിക്കോട്ടെ, ഒരു പ്ലേറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സ്ഥലം വേണം. സോ ഇതിന്റെ കുറേ ഗുണങ്ങളുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും, അതായത് നമുക്ക് മാത്രമല്ല, മെയിൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ബട്ട് എവറി പേഴ്സൺ ഇൻ ദ ഹൗസ് നോസ് ഇത് എവിടെയാ വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കണം എന്നാണെങ്കിൽ നമുക്ക് അവിടെ പോയി അത് എടുക്കാം. സോ ഈ എല്ലാ ഐറ്റത്തിനും സ്പേസ് വേണം എന്ന് പറയുന്നത് ഒരു മുട്ടുസൂചി വെക്കാൻ ഇതേ സ്പേസ്, ഇന്ന സ്പേസ് ഈ ഇത്രയും ഉള്ള സ്ഥലത്ത് വെക്കണം എന്നല്ല. നമുക്ക് കാറ്റഗറൈസ് ആൻഡ് സോർട്ട്, അതായത് നമുക്ക് ഓരോ കാറ്റഗറി ഈ ഒരു സ്പേസിലായിരിക്കും എന്ന് നമുക്കറിയാം. സോ ഫോർ എക്സാമ്പിൾ മേക്കപ്പ് പ്രോഡക്ട്സ്, അത് നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ബാത്റൂം ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ വാനിറ്റി ഏരിയയിൽ നമ്മൾ അത് അവിടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അവിടെ അതിൻ്റെ അടുത്ത് അതിനായിട്ടുള്ള ഒരു ബോക്സ് വെച്ച് നമുക്ക് ഈ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ അവിടെ വെക്കാം. സോ ഇതേ മേക്കപ്പ് ഐറ്റം നമ്മൾ ബെഡ്റൂമിന്റെ ബെഡ് സൈഡ് ടേബിളിൽ വെച്ചാൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഹെൽപ്ഫുൾ. ബിക്കോസ് അപ്പോൾ വീണ്ടും ബാക്ക് ആൻഡ് ഫോർത്ത് വരുമ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവിടെ വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. So അതാണ് categorize and sort. So all our makeup will be together, all our spoons will be together, all the plates will be together. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് വെക്കുമ്പോഴത്തേനും നമുക്ക് it becomes easier to sort, it becomes easier to find things. So ഇത് എസ്പെഷ്യലി നമ്മൾ അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ട്രാവൽ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, അങ്ങനത്തെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ അതിനായിട്ടൊരു സ്പേസ് വേണം. അല്ലെങ്കിൽ എത്രയോ തവണയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന്റെ തലേദിവസം എന്റെ പാസ്പോർട്ട് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തപ്പുന്നത്. ചിലപ്പോൾ നമ്മൾ സേഫ് ആയിട്ട് വെക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ തന്നെ മറന്നു പോകും. സോ അതുകൊണ്ട് എവറിത്തിങ് നീഡ്സ് ടു ഹാവ് എ പ്ലേസ്. ആൻഡ് അപ്പൊ നമുക്കറിയാം കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ, ഓൾ ദ ട്രാവൽ ഡോക്യുമെന്റ്സ് ഈ ഒരു ഫയലിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡ്രോയിലാണ് വെക്കുന്നത്. അപ്പൊ ഈ ഡ്രോയിൽ എവിടെയെങ്കിലും ഒക്കെ കാണും. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കോർണറിൽ വെക്കണം എന്നില്ല. പക്ഷെ ആ ഒരു ഡ്രോയ്ക്ക് അകത്തുണ്ടെങ്കിൽ നമുക്ക് ആ ഡ്രോ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അതുപോലെ പിന്നെ അതുപോലെ നമ്മുടെ പാൻട്രി ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അവിടെ നമ്മുടെ കിച്ചണിലൊക്കെ ആണെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങനെ ബോക്സസിലൊക്കെ ആക്കി വെക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാക്ക് ഇൻ റൂംസ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ലിനൻ കബേർഡ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ ബോക്സസിലാക്കി നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ച്, അതായത് ടവൽസ് എല്ലാം ഒരുമിച്ച്, പാൻട്രിയിലാണെങ്കിൽ നമ്മുടെ മസാലാസ് എല്ലാം ഒരുമിച്ച്, പാക്കറ്റ്സ് എല്ലാം ഒരുമിച്ച്, സ്നാക്സ് എല്ലാം ഒരുമിച്ച്, അങ്ങനെ ഡിഫറെന്റ് ബോക്സസിലാക്കി വെക്കുകയാണെങ്കിൽ then again it becomes so much easier.
ആൻഡ് പിന്നെ നമുക്ക് ലേബിൾസ് യൂസ് ചെയ്യാം. ലേബിൾസ് ഹാവ് ബിൻ എ ഗെയിം ചേഞ്ചർ. നമ്മൾ ഓർക്കും ഒരു മസാല, അതായത് മഞ്ഞൾപ്പൊടിയുടെ ഒരു ബോക്സിന്റെ അകത്ത് നമ്മൾ ടെർമറിക് എന്ന് എഴുതി വെച്ചില്ലെങ്കിലും നമുക്ക് കണ്ടാൽ അറിഞ്ഞൂടെ ടെർമറിക് ആണെന്ന്. ശരിയാണ്, അറിയാം. പക്ഷെ ഇറ്റ്സ് ഓൾസോ ദ വേ ദ ബ്രെയിൻ വർക്ക്സ്. നമുക്ക് ആ ഒരു പേര് കണ്ടു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ കണക്ഷൻ കുറച്ചുകൂടെ ക്ലിക്ക് ആകും, ഇൻസ്റ്റെഡ് ഓഫ് റിയലി ലുക്കിംഗ് അറ്റ് ദ മസാല. കാരണം ഗരം മസാലയും കൊറിയാണ്ടർ പൗഡറൊക്കെ ഏകദേശമൊക്കെ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇറ്റ്സ് നോട്ട്, നമുക്ക് ആ ഒരു പേര് എഴുതിയിട്ടുണ്ടെങ്കിൽ ദർ ലെസ് ഓഫ് മെന്റൽ ബേർഡൻ. ആൻഡ് അതുപോലെ തന്നെ ഒരു ബോക്സിന്റെ അകത്ത് നമ്മൾ പുറത്ത് സ്നാക്സ് എന്ന് എഴുതി വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് അറിയാം അവിടെ വന്ന് സ്നാക്സ് എടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തിരിച്ചു വെക്കണമെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പാൻട്രിക്ക് അകത്തോട്ട് നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ സ്നാക്സ് എന്ന് എഴുതിയിട്ട് ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിന്റെ അകത്തോട്ട് നമുക്ക് സ്നാക്സ് ഇടാൻ എളുപ്പമാണ്. സോ അതുപോലെ ലേബലിംഗ് റിയലി റിയലി ഹെൽപ്സ്. ആൻഡ് അത് നമ്മുടെ ആ ഒരു മെന്റൽ ഓർഗനൈസേഷനും നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. തേർഡ് പോയിന്റ് ഇസ് ക്ലീൻ ഡെയിലി. ഭയങ്കര നമുക്കൊരു അയ്യോ എനിക്കെങ്ങും എല്ലാ ദിവസവും ഇരുന്ന് ക്ലീൻ ചെയ്യാൻ വയ്യ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. ആൻഡ് ഓണസ്റ്റ്ലി ദിസ് വാസ് മീ ആസ് വെൽ. പക്ഷെ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇറ്റ് ഹാസ് ബിൻ എ ഗെയിം ചേഞ്ചർ. സോ ക്ലീൻ ഡെയിലി എന്ന് പറയുമ്പോൾ മൊത്തം വീട് തൂത്ത് തുടച്ച് ഭയങ്കര അടിപൊളിയായിട്ട് വെക്കുക എന്നുള്ളതല്ല. പക്ഷെ ചെറിയ ചെറിയ ടാസ്ക്, അതായത് ഫോളോ ദ 1 minute റൂൾ. ഇഫ് ഇറ്റ് ടേക്സ് എ മിനിറ്റ് ടു ഡു ഇറ്റ്, ഡു ഇറ്റ്. എസ്പെഷ്യലി യൂസ്ഫുൾ ആവുന്നത് ബാത്റൂം കിച്ചൺ ഏരിയാസിലാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഡേർട്ടി ആവാനുള്ള ചാൻസും അവിടെ തന്നെയാണ്. സോ നമ്മൾ പല്ലൊന്ന് തേച്ച് കഴിയുമ്പോഴത്തേനും ഒരു തുണി സൈഡിൽ വെക്കുക. സോ ഐ ഹാവ് ലൈക്ക് ഒരു ക്ലിപ്പ് ഉണ്ട് നമ്മുടെ തുണി വെക്കാനായിട്ട്. സോ അവിടെ നിന്ന് ഇമ്മീഡിയറ്റ്ലി ആ തുണി എടുത്തിട്ട് സർഫസസ് എല്ലാം ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക, മിറർ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്യുക. അപ്പൊ തന്നെ ആ ഒരു സ്പേസ് ഡ്രൈ ആയിട്ടിരിക്കും. സെയിം തിങ് ഇൻ ദ കിച്ചൺ. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പീലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാതകത്തേൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കറി പാതകത്തേലോട്ട് സ്പ്ലാഷ് ആയിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി വൈപ്പ് ഇട്ട് ഡൗൺ. അത് അവിടെ വെച്ചോണ്ടിരുന്നാലാണ് ഇത് ഡ്രൈ ആവുന്നതും പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ അത് മാറാനുള്ള ബുദ്ധിമുട്ടും അത് കളയാനുള്ള ബുദ്ധിമുട്ടും കൂടുതലാണ്. സോ അതുകൊണ്ട് ജസ്റ്റ് ഇഫ് ഇറ്റ് takes only a minute, do it immediately. സെയിം തിങ്, നമ്മളൊരു കോട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് കോട്ട് നേരെ ബെഡിലോട്ട് ഇടുകയാണെങ്കിൽ അതിനെക്കാട്ട് എളുപ്പമായിരിക്കും ആ കോട്ട് നേരെ എടുത്ത് ഹാങ്ങറിലോട്ട് ഇടാനായിട്ട്. അതുപോലെ ബാഗ് എടുത്ത് ബാഗിന്റെ ഷെൽഫിൽ വെക്കാനായിട്ട് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ലെസ് ദാൻ 30 seconds. പക്ഷെ അത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി എടുത്ത് വെച്ചാൽ ഒരു ബിഗ് ചെയർ ഓഫ് കോട്ട്സ് അല്ലെങ്കിൽ ഡ്രസ്സസ് അവിടെ പൈലപ്പ് ആവാണ്ടിരിക്കും. സോ ഇറ്റ് ഇസ് ലിറ്റിൽ സ്മോൾ തിങ്സ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ it becomes so much easier. One is standardized routines. Routine എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ. നമുക്ക് പല റുട്ടീന്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ബാത്റൂമിൽ പോവുക, പല്ല് തേക്കുക, ഇതൊക്കെ നമ്മുടെ ഒരു സബ് കോൺഷ്യസിലെ റുട്ടീൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഒരു എഫേർട്ട് ഇടണം എന്നില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായിട്ട് മാറും. അതുപോലെ തന്നെ മേക്ക് ക്ലീനിങ് യുവർ റുട്ടീൻ. സോ അതിൻ്റെ അകത്ത് ചെറിയ കാര്യങ്ങൾ നമുക്ക് ഡെയിലി രാവിലെ എണീക്കുമ്പോൾ തന്നെ മേക്ക് യുവർ ബെഡ്. ആ ഷീറ്റൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വിരിച്ച് എന്തെങ്കിലുമൊക്കെ മടക്കാനുണ്ടെങ്കിൽ മടക്കി വെച്ച് പില്ലുമൊക്കെ അതിൻ്റെ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ ചെറുതായിട്ട് ഒന്ന് മേക്ക് യുവർ ബെഡ്. ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര ഡിസ്പ്ലേ പെർഫെക്റ്റ് ഒന്നും ആവണം എന്നില്ല. ജസ്റ്റ് മേക്ക് യുവർ ബെഡ് ആസ് സൂൺ ആസ് യു വേക്ക് അപ്പ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും, അതായത് ഈവനിങ്, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് കിച്ചൺ ഹാസ് ടു ബി ക്ലീൻ. ദാറ്റ് ഈസ് മൈ റുട്ടീൻ. അത് എത്ര ടയർഡ് ആണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു പോകും. സോ രാവിലെ എണീക്കുമ്പോൾ തന്നെ അൺലോഡ് ദ ഡിഷ് വാഷർ, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രങ്ങളൊക്കെ സിങ്കിലുണ്ടെങ്കിൽ അതെല്ലാം കൂടെ അപ്പം തന്നെ എടുത്ത് ഡിഷ് വാഷറിലോട്ട് വെക്കുക, അല്ലെങ്കിൽ ഡിഷ് വാഷർ ഇല്ലെങ്കിൽ കൈവച്ച് അപ്പം തന്നെ കഴുകുക. സോ ഇറ്റ് ജസ്റ്റ് ബിക്കംസ് ലൈക്ക് എ standardized routine. Another routine you can set up is ഈവനിങ്ങിൽ ഒരു ക്വിക്ക് ടൈഡി അപ്പ്. അപ്പം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേനും നല്ലൊരു ക്ലീൻ ഹോമിലോട്ട് നടന്ന് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആണ്. ആൻഡ് എനിക്ക് ഈവനിങ് റുട്ടീൻ ആണ് ഏറ്റവും എഫക്റ്റീവ്. ബിക്കോസ് രാവിലെയൊക്കെ പലപ്പോഴും നമ്മൾ ക്ലീൻ ആക്കിയാലും പിള്ളേരൊക്കെ ഉള്ളെങ്കിൽ അവർ വീണ്ടും മെസ്സി ആക്കും. സോ അങ്ങനെ വരാതെ ഈവനിങ്ങിൽ പിള്ളേരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ എടുത്ത് വീട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യും. അതായത് കുഷ്യൻസ് ഒക്കെ ഒന്ന് കറക്റ്റ് സ്ഥലത്ത് വെക്കുക, കിച്ചണൊക്കെ ഒന്ന് പാതകമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അതൊന്ന് വൃത്തിയാക്കുക. അങ്ങനെ ഭയങ്കര വലിയ ക്ലീനിങ് അല്ല, എന്നാലും വരുമ്പം നല്ലൊരു ക്ലീൻ ഒരു സ്പേസ് ആയിട്ട് തോന്നും. സോ അതാണ് സ്റ്റാൻഡർഡൈസിങ് റുട്ടീൻ. പിന്നെ അതുപോലെ ട്രൈ ടു ഡു സംതിങ് ഫോർ ദ നെക്സ്റ്റ് ഡേ. അതായത് നമ്മുടെ നാളത്തെ സക്സസ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ടുഡേസ് പ്രോസസ് എന്ന് പറയും. സോ ലൈക്ക് നമ്മൾ
നമുക്ക് നാളെ എന്തെങ്കിലും ഡ്രസ്സ്, നമ്മൾ ഓഫീസിലൊക്കെ പോകണമെങ്കിൽ നാളെ എന്ത് ഡ്രസ്സ് ഇടണം എന്നൊന്ന് ആലോചിച്ച് വെക്കുക, അല്ലെങ്കിൽ പുറത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ പിള്ളേരുടെ ലഞ്ച് ബോക്സിന്റെ ബോക്സസ് എല്ലാം എടുത്ത് പുറത്ത് വെക്കുക, ആലോചിക്കുക വാട്ട് ടു ഡു ഫോർ ടുമോറോ, ബ്രേക്ക്ഫാസ്റ്റിന് എന്തായിരിക്കും, ചെറുതായിട്ട് നമുക്കൊന്ന് മെന്റലി ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ then it becomes so much easier. The next morning becomes easier. When the morning becomes easier, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു എന്ന് നമുക്ക് പ്രൊഡക്റ്റീവ് ആവുമ്പോൾ the entire day becomes easier. So it's all about standardizing these routines. And പല routinesഉം നമ്മൾ ഭയങ്കര യൂസ്ഡ് ആയി കഴിയുമ്പോൾ it does not become a chore anymore. Like it does not ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ തോന്നില്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യമായിട്ട് വരും. The fifth point is maintain with discipline. Maintaining with discipline, what does this mean? അതായത് ഡീക്ലട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഡീപ് ക്ലീൻ എന്നൊക്കെ പറയുന്നത് ഒരു വൺ ടൈം ആക്ടിവിറ്റി ആയിരിക്കും. പക്ഷെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും ഇതുപോലെ പൈലപ്പ് ചെയ്യും. ആൻഡ് പിന്നെ നമ്മൾ ഓർക്കും, ഇത് ഞാൻ എത്ര ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ, എനിക്ക് ഇതൊന്നും വർക്ക് ആവുന്നില്ലല്ലോ, ഇത്ര സമയം എടുത്ത് ഞാൻ ചെയ്തതെല്ലാം വേസ്റ്റ് ആയല്ലോ എന്നൊക്കെ ഓർക്കും. സോ ദിസ് ഇസ് വൈ മെയിൻറ്റെയിനിങ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ക്ലീനിങ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഇറ്റ് ഇസ് നോട്ട് എ വൺ ടൈം ജോബ്, ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് യൂസ് വരുള്ളൂ. ആൻഡ് ഹൗ കെൻ യു കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ഇറ്റ്? വൺ, ബി വെരി വെരി മൈൻഡ്ഫുൾ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ഓരോ സ്ഥലത്ത് ഓരോ സാധനം വെക്കുന്നത് കുറച്ച് ഒന്ന് ആലോചിച്ച് ചെയ്യുക. ഇതിവിടെ വെക്കേണ്ട സാധനമാണോ എന്ന് നമ്മൾ ആലോചിച്ച് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും they have to be involved. അല്ലാതെ ഈ ഒരു പ്രോസസ്സ് ഒരാളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ബാക്കി പിള്ളേരാണെങ്കിലും ആരാണെങ്കിലും വെറുതെ തുണിയുണ്ട് തറയിലിടുക, and then the main person, അത് ഞാൻ മദർ എന്ന് പറയുന്നില്ല കേട്ടോ, ആര് വേണേലും ആവാം, മദർ ആവാം, ഫാദർ ആവാം, anybody, the main person who is in charge of the cleaning of the home has to pick up after them. അങ്ങനെയല്ല, it has to be everybody's job. സ്വന്തം കാര്യം എല്ലാവരും നോക്കണം. That is by default. So അത് എസ്പെഷ്യലി പിള്ളേരെയൊക്കെ we can show them by example. So ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും ഇത് കാണിക്കണം. ഫാദറിന് തോന്നുന്ന പോലെ ചെയ്തിട്ട് മദർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച പിള്ളേരും അത് തന്നെ വിചാരിക്കും. So like the father and the mother has to be equally doing their job. അപ്പൊ പിള്ളേരെ അത് റോൾ മോഡൽ ചെയ്യും. അതുപോലെ തന്നെ പിള്ളേരെ ആണെങ്കിലും നമുക്ക് അവരുടെ ഒരു ഹാബിറ്റിന്റെ പാർട്ട് ആക്കണം. അതായത് അവർ എണീക്കുമ്പോൾ തന്നെ ദേ ഹാവ് ടു മേക്ക് ദെയർ ബെഡ്. അതൊരു 4 വയസ്സൊക്കെ മുതൽ തന്നെ പിള്ളേർ ദേ ക്യാൻ സ്റ്റാർട്ട് മേക്കിംഗ് ദെയർ ഓൺ ബെഡ്. അത് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടാൽ മതി, ഭയങ്കര അടിപൊളി ആവണം എന്നില്ലായിരിക്കും, ഒന്ന് വിരിച്ചിട്ടാൽ മതി. ബിക്കോസ് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഫോമിംഗ് ദാറ്റ് കണക്ഷൻ ഇൻ ദെയർ ബ്രെയിൻ. എണീറ്റ് കഴിയുമ്പോൾ ബെഡ് വിരിക്കണം എന്നുള്ള ഒരു പ്രോസസ്സ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്ലേ ടൈം ഒക്കെ കഴിയുമ്പം ക്ലീൻ അപ്പ് ഹാസ് ടു ബി പാർട്ട് ഓഫ് their activity. So idum like ee clean upnum it has to set them up for success. സോ നമുക്ക് ഭയങ്കര ഷെൽഫിന്റെ ഒക്കെ മേളിലൊക്കെയാണ് നമ്മൾ ടോയ്സ് ഒക്കെ വെക്കുന്നതെങ്കിൽ ചിലപ്പോൾ പിള്ളേർക്ക് അതിനകത്തോട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല. സോ എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഉണ്ടെങ്കിൽ, അതായത് കാർഡ്സ് കുറെ ഉണ്ടെങ്കിൽ കാർഡ്സിന് വേണ്ടി വലിയൊരു ബാസ്ക്കറ്റ് വെക്കുക. സോ പിള്ളേരോട് പറയാം, ടേക്ക് ഓൾ ദ കാർഡ്സ് പുട്ട് ഇറ്റ് ഇൻ ദിസ് ബാസ്ക്കറ്റ്, ടേക്ക് ഓൾ ദ ബോൾസ് പുട്ട് ഇറ്റ് ഇൻ ദിസ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സോർട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിള്ളേർക്കും ഇത് അവരുടെ പ്രോസസ്സിന്റെ പാർട്ടാക്കാനായിട്ട് ഇറ്റ് ബിക്കം സോ മച്ച് ഈസിയർ. 6th point, respect your space. Respecting your space, this is probably my favorite point. നമ്മൾ ഓരോ കാര്യവും, അതായത് നമ്മൾക്ക് കുറേ തുണിയുണ്ട്, നമുക്കിത് അയ്യോ ഞാനിത് തുണി വെച്ച് എന്ത് ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കാതെ have a respect for that wardrobe, have gratitude. എനിക്ക് ഇത് ഇത്രയും തുണി ഉണ്ടല്ലോ, that is giving me comfort, that is covering me up, that is giving me warmth, so I am grateful for these clothes that I have. So ഒരു മെത്തേഡ് ഉണ്ടായിരുന്നല്ലോ, even when you're throwing things, you are looking at it and saying thank you for being with me. Like നമ്മൾ ഓർക്കും ഇതൊരു സാധനമല്ല, ഇതിനെന്തിനാ താങ്ക് യു പറയുന്നത്, ഇത് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല, ദാറ്റ് ഇസ് ഫോർ അസ്. അതിന് ഫീലിംഗ് ആവാനല്ല നമ്മൾ ഒരു തുണിയോട് താങ്ക് യു പറയുന്നത്. ബട്ട് ദാറ്റ് ക്ലോത്ത് നമുക്ക് കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നപ്പം ഇറ്റ് ഹാസ് സെർവ്ഡ് എ പർപ്പസ് ടു അസ്. സോ അതിനാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നത്. ആൻഡ് ഈ ഒരു റെസ്പെക്ട് നമ്മൾ നമ്മുടെ ആ ഒരു സ്പേസിനോടും നമ്മുടെ കാര്യങ്ങളോടും ഒക്കെ കാണിക്കുകയാണെങ്കിൽ
that is going to really change our mindset on even keeping your space organized and clean. കാരണം നമുക്ക് ഇപ്പൊ ഒരു ചെറിയ കൊച്ചിന് നമ്മൾ പറയും പിള്ളേരെ ആണെങ്കിലും അവരെ ടോയ്സ് ഒക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം എന്നാ. ചില പിള്ളേരുണ്ട് എന്ത് കൈ കിട്ടിയാലും എടുത്ത് കളയുക, ഇത് പൊട്ടിക്കുക, അങ്ങനത്തെ ഒക്കെ സ്വഭാവമുള്ള പിള്ളേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അവരോട് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മള് ഓക്കെ, ഇത് നിങ്ങളുടെ ടോയ് ആണ്, നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഐറ്റം ആണ്, സോ നിങ്ങളത് കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം. and this is giving you joy എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പഠിപ്പിക്കുമ്പോഴത്തേക്കും they will take care of it. സെയിം തിങ് നമ്മുടെ കാര്യങ്ങളും. നമ്മളൊരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ക്ലീൻ ചെയ്യുമല്ലോ. അത് പക്ഷെ അവരെ കാണിക്കാനല്ല, ഞാൻ ഭയങ്കര ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആണെന്ന് കാണിക്കാൻ ആവരുത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അങ്ങനെ ആവരുത്. ഇറ്റ് ഹാസ് ടു ബി ഫോർ ആ സെൽഫ്, നമ്മൾക്ക് വേണ്ടി, നമുക്ക് സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടും നമ്മുടെ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാനും അതുപോലെ തന്നെ വരുന്ന ആളെ റെസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് നമ്മൾ ക്ലീൻ ആക്കി വെക്കുന്നത്. സോ ആ ഒരു റെസ്പെക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ റെസ്പെക്ട് നമ്മുടെ ഉള്ളിൽ, റെസ്പെക്ട് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഇറ്റ് റിയലി ചേഞ്ചസ് ദിസ് മൈൻഡ് ഷിഫ്റ്റ്. ആൻഡ് ഭയങ്കര മൈൻഡ് ഷിഫ്റ്റ് ചേഞ്ച് ആണ് ഇവിടെ വരുന്നത്. ആൻഡ് ഇറ്റ് റിയലി ഹെൽപ്സ് അസ് കീപ് അവർ സ്പേസ് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് വിത്തൗട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാവാതെ, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് ചെയ്യാതെ നമുക്കത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് വരും. And seventh and final point is mindful living. Mindful living is very similar to our previous point of respecting your space, but this is also very mindful, like being very mindful. നമ്മൾ എന്ത് സാധനം വീട്ടിൽ കൊണ്ടുവരുന്നതോ അത് വെറുതെ നമ്മൾ റാൻഡംലി ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് ഈ സാധനം കൊള്ളാമല്ലോ എന്നാൽ ഞാനത് എടുക്കാം, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഈ പെയിന്റിങ് ഞാൻ എവിടെ വെക്കും എന്ന് ആലോചിക്കാതെ, നമ്മളൊരു സാധനം കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കണം, ഞാനിത് എവിടെ വെക്കും, എനിക്കിത് വെക്കാൻ സ്പേസ് ഉണ്ടോ, ഇതിനൊരു പേർപ്പസ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണം അത് മേടിക്കാനായിട്ട്. അല്ലെങ്കിൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ് ഒരുപാട് ക്ലട്ടർ വീട്ടിൽ വരും. ആൻഡ് ദിസ് ഈസ് എ ഡേ ആൻഡ് ഏജ് വേർ ദർ ഇസ് ഹ്യൂജ് കൺസ്യൂമറിസം. നമ്മൾ റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, എന്തെങ്കിലും പ്രോഡക്റ്റ് ആരെങ്കിലും പറയും ഈ പ്രോഡക്റ്റ് എനിക്ക് വേണം, ഈ പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് ഗുണമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല. അപ്പൊ തന്നെ ഇമ്മീഡിയറ്റ്ലി ബൈ ബൈ ബൈ. അപ്പൊ ഒരുപാട് ക്ലട്ടർ നമ്മുടെ വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു മെന്റൽ സ്പേസിനെ, മെന്റൽ ക്ലാരിറ്റിനെ അത് വല്ലാണ്ട് എഫക്ട് ചെയ്യും. സോ എനിത്തിങ് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ഇൻ ടു ദ ഹൗസ്, ബി മൈൻഡ്ഫുൾ. ഇതെനിക്ക് വേണോന്ന് ആലോചിക്കുക. മിനിമലിസം ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് മിനിമലിസം എന്ന് പറയുന്നത് ഒരു സ്പൂണും ഒരു ടേബിളും ഒരു ചെയറും ഒരു ബെഡും അല്ലെ തറയിൽ കിടക്കുക, കാർ യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനൊന്നും അല്ല. യു ക്യാൻ ഹാവ് മിനിമലിസം ഇൻ എ വെരി നോർമൽ ലൈഫ്. നമുക്ക് നമ്മുടെ ഷൂസ് നോക്കുക, നമുക്ക് 10 ഷൂ ഉണ്ട്, ഓക്കെ, പക്ഷെ ഈ 10 ഷൂ 10 ഡിഫറെന്റ് പേർപ്പസസിനാണോ, അതോ വൈറ്റ് ഷൂ തന്നെ ഒരു 5 എണ്ണം ഉണ്ടോ, വൈറ്റ് റണ്ണിങ് ഷൂസ് തന്നെ 5 എണ്ണം ഉണ്ടോ? സോ അവിടെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ ലൈക്ക് ദർ ഇസ് അണ്ടർസ്റ്റാൻഡ് വൈ യു വാണ്ട് സംതിങ് ആൻഡ് ഇസ് ഇറ്റ് ഗിവിംഗ് മീ വാല്യൂ. എന്തെങ്കിലും ഒരു കാര്യം, അതായത് നമുക്കിപ്പോൾ മെഷീനറി എന്തെങ്കിലും, ഇപ്പം ഒരുപാട് മെഷീനറീസ് ഉണ്ട് ടു മേക്ക് ആ ലൈഫ് ഈസിയർ. ദ യൂഷ്വൽ വൺസ് ആർ ഓഫ് കോഴ്സ് വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, അങ്ങനത്തെയൊക്കെ. ഇപ്പൊ പുതിയത് വരുന്നുണ്ട്, റോബോട്ട് വാക്യൂം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അതെല്ലാം ഇറ്റ് ഈസ് ഗോയിങ് ടു മേക്ക് ആ ലൈഫ് ഈസിയർ. നമുക്ക് വാല്യൂ ഉണ്ടാക്കുമായിരിക്കും. സോ ഇഫ് ഇറ്റ് adds value to you, get it. But if it doesn't add value to you, don't get it. സോ ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്താണ് വാല്യൂ? ചിലപ്പം മെന്റൽ പീസ് ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ടൈം സേവിങ് ആയിരിക്കും. പക്ഷെ ഇറ്റ് ഷുഡ് നെവർ ബി ടു ഷോ സംബഡി എൽസ്. അവർ മേടിച്ചു അതുകൊണ്ട് ഞാനും മേടിക്കും, എനിക്കിതുകൊണ്ട് പേർപ്പസ് ഉണ്ടോ? ലൈക്ക് ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളെ തന്നെ കമ്പയർ ചെയ്യാൻ പോയാൽ യു വിൽ നെവർ ബി ഹാപ്പി. Everybody will have, even I'm sure like നമ്മുടെ അംബാനീസിനെ വരെ if they are comparing, they will have somebody else to compare to. എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും വേറൊരാളായിട്ട് കമ്പയർ ചെയ്താൽ നമുക്ക് ഒരിക്കലും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമുക്കുള്ളത് വെച്ചിട്ട് ഹൗ കെൻ വി മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ് എന്ന് വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ട്രൂ ഹാപ്പിനെസ് ഉള്ളിൽ നിന്നുണ്ടാവുള്ളൂ. So that is why mindfulness and Zen living, അല്ലെങ്കിൽ ആ ഒരു minimalism really comes into place even in your നമ്മുടെ ലൈഫിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലായിടത്തും. So this also comes into place.
സോ ദീസ് വർ ദ 7 പോയിന്റ്സ് ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഇത് ചെറിയ ചെറിയ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആൻഡ് ദീസ് ആർ ഓൾ സിമ്പിൾ തിങ്സ് ദറ്റ് യു കെൻ ഇംപ്ലിമെന്റ് ഓൺ എ ഡെയിലി ബേസിസ്. വലിയ ലൈഫ് സ്റ്റൈൽ ഷിഫ്റ്റ് ഒന്നും നടത്താതെ തന്നെ. സോ ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഇഫ് യു ഡു ലൈക്ക് ഇറ്റ് ലെറ്റ് മീ നോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.